അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ എൻ്റെ മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ജനങ്ങൾ അത് കണ്ടു. ഒരുപാട് പേർ അവരും മുത്തുനബിയെ കണ്ട കാര്യം കമന്റ് ബോക്സിലൂടെ അറിയിച്ചു. പിന്നെ ഒരുപാട് പേർ ചോദിക്കുകയുണ്ടായി, മുത്തുനബിയെ സ്വപ്നം കണ്ട കാര്യം പുറത്ത് പറയാൻ പാടുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ മുത്തുനബിയെ 2 തവണ സ്വപ്നം കണ്ടിരുന്നു. ആദ്യ തവണ സ്വപ്നം കണ്ടപ്പോൾ തന്നെ ഞാനത് പുറത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് 2ാം തവണയും മുത്തുനബിയെ സ്വപ്നം കാണാൻ സാധിച്ചു. ആദ്യം സ്വപ്നം കണ്ട കാര്യമായിരുന്നു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേർ ചോദിച്ചു, എങ്ങനെയാണ് സ്വപ്നം കണ്ടത്, എന്തൊക്കെ ഇബാദത്തുകളാണ് ചെയ്തത് എന്ന് ചോദിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ചെറിയൊരു വിവരണം ഞാൻ നൽകാം. അതുപോലെ തന്നെ അല്ലാഹു തആലയുടെ വിളിക്ക് ഉത്തരം നൽകിയ റമദാനിലെ അവസാന രാവുകളിൽ ഹറമിലെത്താനും ഉംറ ചെയ്യാനും സാധിച്ചു. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. അല്ലാഹു തആല അവിടെ എത്തിച്ചത് ഒരു വലിയ ദൗത്യവുമായാണ് അല്ലാഹു തആല അവിടെ എത്തിച്ചതെന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്കും ആ ദൗത്യത്തിന്റെ ഭാഗമാവാൻ സാധിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഹറമിലെത്തി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നവർ പിടിയിലാവുന്നത് വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത് ഉംറയ്ക്ക് വേണ്ടി ഹറമിലെത്തുന്ന ഒരുപാട് ഹാജിമാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അള്ളാഹു ഈ ദൗത്യത്തിൽ ഭാഗമാവുന്നവർക്ക് നീ റമദാനിൽ ഉംറ ചെയ്ത പ്രതിഫലം നീ നൽകണേ അല്ലാ എന്ന് കഅബാലയത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഉൾപ്പെടാനും സാധിക്കും. അതുപോലെ തന്നെ അവിടെ എത്തി കഅബാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് ലൈവായി എനിക്ക് അനുഭവിക്കാനും സാധിച്ചു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫി ഗസ്സ. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു ഹറമിലേക്ക് പോകാൻ തീരുമാനിച്ചത്. റമദാനിലെ ആദ്യ ദിനങ്ങളിൽ കയ്യിൽ ക്യാഷ് ഒന്നും ഉണ്ടായിട്ടില്ല. അവസാന ദിനങ്ങളിൽ നീ ഹറമിൽ എത്തിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഷോപ്പിൽ എന്തെന്നില്ലാത്ത റഹ്മത്തും ബറക്കത്തും അങ്ങനെ പൈസയാവുകയും ഹറമിൽ എത്തുകയും ചെയ്തു. നബി എങ്ങനെ സ്വപ്നം കാണാൻ സാധിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കൽബ് ശുദ്ധിയാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ചെറുപ്പകാലം മുതൽ യത്തീംഖാനയിലായിരുന്നു. ബുദ്ധി ഉദിക്കുന്ന കാലത്തൊക്കെ യത്തീംഖാനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഫ്രീ ടൈമൊക്കെ നമ്മളെ കൊണ്ട് സലാത്ത് ചെല്ലിപ്പിക്കും. അവർ നാരിയത്ത് സലാത്തും അതുപോലെ തന്നെ സലാത്തു താജൊക്കെ അവർ ചെല്ലിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സലാത്തൊക്കെ പഠിച്ചു വെച്ചിരുന്നു. അതൊക്കെ ജീവിതത്തിൽ പിന്നീട് ഇങ്ങോട്ട് ചെല്ലും. അങ്ങനെ ആ സലാത്തൊക്കെ പതിവാക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, യത്തീംഖാനകളിൽ ഞാൻ യത്തീംഖാനയിൽ പഠിക്കുന്ന സമയം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ സ്നാക്സ് അതുപോലെ ഐറ്റംസ് ഒക്കെ നമുക്കിങ്ങനെ കൊണ്ടുതരും. അതുപോലെ തന്നെ അല്ലെങ്കിലും നാട്ടിലുള്ള കുറച്ച് നല്ല മനുഷ്യന്മാർ, നല്ല കൽബ് ശുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടാവില്ലേ, അവരൊക്കെ നമ്മളെ യത്തീംഖാന ഇങ്ങനെ സന്ദർശിക്കും. അവർ ഇങ്ങനെ സീഡ്സൊക്കെ നമുക്ക് കൊണ്ടുതരും. അന്നേരം എന്താ പറയുക, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അവർ ഈ സീറ്റ്സൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് യത്തീംഖാനയിൽ കുട്ടികളെ ഞങ്ങൾക്കറിയാം, ഉപ്പയും ഉമ്മയും എല്ലാം ഒന്നുമില്ലാത്ത കുട്ടികളാണ് യത്തീംഖാനയിൽ കൂടുതലായിട്ടുണ്ടാവും. അവരിങ്ങനെ സീറ്റ്സൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ കൽബിൽ എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവർ നമുക്കിങ്ങനെ ആ സീറ്റ്സൊക്കെ കൊണ്ടുതരും. ആ ഒരു ഇത് എൻ്റെ ജീവിതം. പിന്നീട് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി ജോലിയൊക്കെ ചെയ്തു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാനത് പുലർത്താറുണ്ട്. എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉള്ളപ്പോൾ, എൻ്റെ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, അടുത്തുള്ള യത്തീംഖാനയിൽ പോയിട്ട് ആ കുട്ടികൾക്ക് ഇങ്ങനെ സീറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കും. സീറ്റ്സൊക്കെ വാങ്ങി മുട്ടായിയൊക്കെ വാങ്ങി നമ്മളെ കൊണ്ട് പറ്റുന്ന ഐസ്ക്രീം ആണെങ്കിൽ ഐസ്ക്രീം, എല്ലാ കുട്ടികൾക്കും ഓരോ ഐസ്ക്രീം കിട്ടുന്ന വിധത്തിൽ വാങ്ങിക്കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അവർ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവർ കുടല് പ്രാർത്ഥിക്കും. കുടല് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വൻ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ ആ പ്രാർത്ഥന മതി. ചെറിയ ചെറിയ നന്മകൾ ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നന്മകൾ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നന്മകളാണ് ഇതൊക്കെ. ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള യത്തീംഖാനകളിലൊക്കെ അവിടെ യത്തീം മക്കളാണ്. അള്ളാഹു അവരുടെ പ്രാർത്ഥന പെട്ടെന്ന് നിഷ്കളങ്കരാണ്, അവരുടെ ഹൃദയം നിഷ്കളങ്കമാണ്. അവരുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഞാനുള്ള യത്തീംഖാനകളിലൊക്കെ ഒന്നെങ്കിലും ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിപ്പോയി അവിടെ പോയി ഒന്ന് ഫാത്തി ഓതി ദ്വാരുന്നു. യാസീനൊക്കെ ഓതി ദ്വാരക്കാൻ നിൽക്കുക കേട്ടോ. അവർക്ക് നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും, അതിൻ്റെ സമയമൊന്നും അവർക്കുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ യാസീൻ ഓതി ദ്വാരക്കാനൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പോയി ഒന്ന് ഫാത്തി ഓതി ദ്വാരുന്നവർക്ക് ആ മുട്ടായൊക്കെ കൊടുത്തു വരുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഇല്ലേ, അള്ളാഹു തആലക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ
നമ്മൾ ഫാമിലി ആയിപ്പോയി അവർ സന്ദർശിച്ച് അവർക്ക് ഇങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് വരാം എന്നാൽ അവർ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അവിടെ കുടൽ പ്രാർത്ഥിക്കും. അള്ളാഹു താല പെട്ടെന്ന് സ്വീകരിക്കും. നമ്മൾ വിജയിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഉയർച്ചയുണ്ടാവും. ഒരു സംശയം വേണ്ട. ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് താഴ്ചകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുത്തുനബിയെ സ്വപ്നം കാണണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു താല കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മുത്തുനബി അള്ളാഹു താല സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ല എൻ്റെ അവസ്ഥ. റമദാനിലെ ആദ്യ ദിനങ്ങളിൽ കയ്യിൽ എന്താ പറയുക പൈസയും ഉണ്ടായിട്ടില്ല. ആദ്യ ദിനങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു അവസാന ദിനങ്ങളിൽ എനിക്ക് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകണേ അള്ളാഹു താല ഷോപ്പിൽ എന്തെന്നില്ലാത്ത ബറക്കത്ത് നൽകി എന്നെ ഹറമിലെത്തിച്ചു. നല്ല രീതിയിൽ ഉംറ ചെയ്തു. ഹജറുൽ അസ്വദിൽ തലയിട്ടുകൊണ്ട് അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ഉൻസുർ അഖ്വാനൽ മുസ്ലിമീൻ ഫി ഗസ. ഈ ഒരു പ്രാർത്ഥന ഹജറുൽ അസ്വദിൽ, അതും 26-ാം രാവിലെ, റമദാനിൽ 26-ാം രാവ്. ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ സൂചി നിലത്തിട്ടാൽ വീഴാത്തൊരവസ്ഥയാണ് ഹറമിലുള്ളത്. ആ സമയത്ത് തന്നെ അള്ളാഹു തആല ഹജറുൽ അസ്വദിനെ മുന്നിലെത്തിച്ചു. അതിൻ്റെ ഉള്ളിൽ തലയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ജീവിതത്തിന്റെ നല്ല സമയമില്ലേ യുവത്വത്തിൽ തന്നെ ഉംറ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വയസ്സാം കാലത്ത് ഉംറക്ക് പോയാൽ മറ്റുള്ളവരുടെ സഹായം നമ്മൾ തേടേണ്ടി വരും. ഒന്നാമതായി ഹജറുൽ അസ്വദിന്റെ അടുത്തൊന്നും അടുക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്രമാത്രം തിക്കും തിരക്കാണ് അവിടെ അനുഭവപ്പെടുക. അതുകൊണ്ട് ഈ ഒരു ഏജിൽ നമ്മൾ ഉംറക്ക് വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് വയസ്സാം കാലത്ത് ഉംറക്ക് പോയിട്ട് ഹജറുൽ അസ്വദ് തൊടാൻ മുത്തുക എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ ബാക്കി വെച്ച് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഈ ഒരു ഏജിൽ പോയാൽ നമുക്കതിന് സാധിക്കും. അവിടെ എത്തി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി സാധിച്ചു, തൊടാൻ വേണ്ടി സാധിച്ചു, കാബാലയം തൊടാൻ വേണ്ടി സാധിച്ചു. ഒക്കെ കാബാലയത്തിന് മുന്നിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി സാധിച്ചു. എല്ലാം സാധിച്ചു. നമ്മൾ പോകുമ്പോൾ ഈ ഒരു ഏജിൽ യുവത്വത്തിൽ തന്നെ കാബാലയം സന്ദർശിക്കാനും ഉംറ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ റമദാനിലെ ആദ്യ ദിനങ്ങളിൽ കയ്യിൽ ക്യാഷൊന്നും ഉണ്ടായിട്ടില്ല. അവസാന ദിനങ്ങളിൽ ദുആ ചെയ്തു, അല്ലാഹു തആല ബർക്കത്ത് നൽകി. അങ്ങനെ ഉംറക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി. പക്ഷേ ട്രാവൽ ഏജൻസിയായി ബന്ധപ്പെട്ടപ്പോൾ അവരെ ടിക്കറ്റൊക്കെ ബുക്ക് ഫുള്ളായിരുന്നു. അങ്ങനെ എങ്ങനെ അല്ലാഹു തആല എങ്ങനെ ഹറമിലേക്ക് എത്തും എന്നുള്ളൊരു ഇതായി. പിന്നീട് ഒന്നും നോക്കിയില്ല. ഒരു ഉംറ വിസ എടുത്തു, സ്വന്തമായി തന്നെ ടിക്കറ്റ് എടുത്തു. അങ്ങനെയാണ് ഹറമിലേക്ക് പോയത്. അങ്ങനെ പോകുമ്പോൾ ട്രാവൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ 1,20,000 സംതിങ് റേറ്റ് വരും ഈ റമദാൻ മാസത്തിലൊക്കെ ഉംറക്ക് പോകണമെങ്കിൽ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉംറയുടെ ചിലവ് വരുന്നത് 11,500 ഈ ഉംറ വിസക്ക് വരുന്നത്. പിന്നീട് നമുക്ക് ടിക്കറ്റിൻ്റെ പൈസയാണ് വേണ്ടത്. ടിക്കറ്റിൻ്റെ പൈസ ഓരോ സമയം ഓരോ പൈസയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി സീസൺ ആയതുകൊണ്ട് നല്ലൊരു 20 രൂപയ്ക്ക് അടുപ്പിച്ച് ടിക്കറ്റിന് വന്നിരുന്നു. അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് ടിക്കറ്റിന് വന്നത് ഏകദേശം ഒരു 20 അടുപ്പിച്ച് തന്നെ ടിക്കറ്റിന് റേറ്റ് വന്നിരുന്നു. ഈ ഒരു എമൗണ്ട് റമദാനിലെ സീസൺ ആയതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ചെറിയ പൈസക്ക് നമുക്ക് ടിക്കറ്റും അതുപോലെ തന്നെ 11,500 ഉംറ വിസയും എടുത്ത് ഉംറ ചെയ്യാൻ വേണ്ടി പോവാം. അവിടെ പിന്നീട് റമദാൻ മാസം ആയതുകൊണ്ട് കൂടുതൽ ചിലവൊന്നുമില്ല. അവിടെ എല്ലാം ഫ്രീ ആണ്. ഫുഡ്, നോമ്പ് മുറി ഒക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ താമസമൊക്കെ പള്ളിയിലാണ്. ബാത്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. റമദാൻ സമയം ആയതുകൊണ്ട് തന്നെ എത്തിക്കാഫിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉംറ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, അങ്ങോട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു തആല അതിൽ ബർക്കത്ത് നൽകി നമുക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടാക്കി തരും. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു തആല ബർക്കത്ത് നൽകും. അള്ളാഹു തആല എനിക്ക് അങ്ങനെ ബർക്കത്ത് നൽകിയിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം എൻ്റെ മുന്നിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത്. അങ്ങനെ അള്ളാഹു തആല ബർക്കത്ത് നൽകിയാണ് എനിക്ക് ഉംറക്ക് പോകാൻ സാധിച്ചത്. ജീവിതത്തിലെ ആദ്യ ഉംറ, അതും റമദാനിലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന അവസാന രാവുകളിൽ. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഉംറ ചെയ്ത് പുറത്തിറങ്ങിയ ഉടനെ കാണുന്നത് വല്ലാത്തൊരു കാഴ്ച. ഹാജിമാരുടെ വല്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരു കരച്ചിൽ. എന്താ അല്ലാഹ്, നിന്റെ ഹറമിന്, നിന്റെ പള്ളിയുടെ മുന്നിൽ വെച്ചാണ് ഹാജിമാർ ഇങ്ങനെ കരയുന്നത്. ഉംറ ചെയ്ത് തിരിച്ചു വരുന്ന ഹാജിമാരുടെ അവസ്ഥയാണിത്. എന്താ ചെയ്യുക? ആകെ വിഷമായി. അങ്ങനെ വിഷമായി അവരെയും കൂട്ടി പോലീസുകാരുടെ അടുത്തേക്ക് പോയി. പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നിലത്ത് സൂചിയിട്ടാൽ വീഴാത്തൊരു സാഹചര്യം അവിടെ ഉള്ളത്. അത്രമാത്രം തിങ്ങിക്കൂടിയ ജനങ്ങൾ. ആ ജനങ്ങളുടെ ഇടയിൽ ബാഗ് മോഷ്ടിക്കാൻ നടക്കുന്ന കുറച്ച് പേര്.
അവിടെ പുറത്ത് വെച്ച് തവാഫിന് പോയ ഹാജിമാരുടെ ബാഗ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസിനോട് അവർ കംപ്ലൈന്റ് പറഞ്ഞു. പോലീസ് അവർക്ക് ഒരു വലിയൊരു ഗോഡൌൺ കാണിച്ചു കൊടുത്തു. പോലീസ് കാണിച്ചു കൊടുത്ത ഗോഡൌൺ അവിടുത്തെ സെക്യൂരിറ്റി അവിടുത്തെ സാധനങ്ങളൊക്കെ, അവിടെ കെയർലെസ്സായി ആൾക്കാർ ഇടുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടെ ഗോഡൌണിൽ കൊണ്ടേക്കും. ആ ഒരു ഗോഡൌൺ ആണ് ഹാജിമാർക്ക് ഉംറ ചെയ്ത് പുറത്തിറങ്ങി ഇങ്ങനെ കരയുന്ന ഹാജിമാർക്ക് അവർ കാണിച്ചു കൊടുത്തത് ഈ ഒരു ഗോഡൌൺ ആണ്. അവിടെ പോയി അവർ നോക്കി, അവിടെ ബാഗ്, പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഇല്ല. അവിടെ മുഴുവനായി പരിശോധിച്ചു. ഞാൻ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവിടെയൊക്കെ പരിശോധിച്ച് അവിടെ ബാഗുകളില്ല. അപ്പോഴാണ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പോലീസുകാർ കളക്ട് ചെയ്ത്, ഈ സെക്യൂരിറ്റിക്കാർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഇടുന്ന ഗോഡൌണിൽ വന്ന് ആർക്കും ഈ ബാഗ് എടുത്തു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ അവിടെ വന്ന് കള്ളന്മാർ ഈ ബാഗ്, ഈ ഉംറക്ക് തവാഫിന് പോകുന്ന ഹാജിമാർ പുറത്ത് വെച്ച് പോയ ബാഗ് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാർ, അതുപോലെ തന്നെ സെക്യൂരിറ്റി കളക്ട് ചെയ്ത് അവർ ഗോഡൌണിൽ കൊണ്ടേക്കും. അവിടെ ഗോഡൌണിൽ വെച്ച് ആർക്കും ഈ ബാഗ് എടുത്തു പോകാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെ CCTV ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ, എന്താ പറയുക, ഹാജിമാരുടെ ബാഗ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇത് കണ്ട് അവിടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായി. അവിടെ അവരെ ഗോഡൌണിൽ പോയി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഹാജിമാരുടെ കരച്ചിലൊക്കെ ഞാൻ വീഡിയോ ആയി ഷൂട്ട് ചെയ്തിരുന്നു. അവർ തന്നെ അവരുടെ ബാഗ് നഷ്ടപ്പെട്ട കാര്യം പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഹാജിമാർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇനി ഹജ്ജിന്റെ സീസണൊക്കെയാണ്. ഇങ്ങനൊരു കള്ളന്മാർ അവിടെ ഇങ്ങനെ കക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ അവിടെ പോയി എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരെ ഉണ്ടാവും. അവിടുത്തെ പോലീസ് സംവിധാനത്തിനൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമതായി റമദാനിൽ സൂചി നിലത്തിട്ടാൽ വീഴാത്ത ജനങ്ങളാണ്. അത്രയും ഒരു തിരക്കാണ് ഹറമിൽ ഇപ്പൊ റമദാൻ മാസത്തിലൊക്കെ അനുഭവപ്പെടാറുള്ളത്. റൂം കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. എവിടെയും റൂമും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ബുക്കിംഗ് ആണ്, ഫുള്ളാണെന്നാണ് റൂമിന് അന്വേഷിച്ചപ്പോൾ അവിടെ അറിയാൻ സാധിച്ചത്. അങ്ങനെ ആയതുകൊണ്ടാണ് തവാഫിന് പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഡ്രസ്സ്, ബാഗ് കാര്യങ്ങളൊന്നും തവാഫിന്റെ സമയം നമുക്ക് കയ്യിൽ കരുതാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ തവാഫിന് പ്രവേശിക്കാൻ പോകുമ്പോൾ ഹറമിന് പുറത്ത് വെക്കുന്നത്. ഈ ഹാജിമാർ ഹറമിന് പുറത്ത് വെക്കുന്നത് ആ സാധനങ്ങളാണ് കള്ളന്മാർ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യം അവിടെ കണ്ടു, വല്ലാത്ത വിഷമമായി. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. ഈ ഹാജിമാരൊക്കെ ബാഗ് മിസ്സായിട്ട് പരതുന്നവരാണ്. ആദ്യ ദിവസത്തെ വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. രണ്ടാം ദിവസവും ഹാജിമാരുടെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആ സമയം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഹറമിൽ കെയർലെസ്സായി വെക്കുന്ന ബാഗുകളൊക്കെ ഹറം സെക്യൂരിറ്റി ഇതുപോലുള്ള ബോക്സിലാണ് കൊണ്ടുവെക്കുക. സാധാരണ ഇതുപോലുള്ള ബോക്സിൽ ബാഗ് നഷ്ടപ്പെട്ടാൽ നമുക്ക് നോക്കിയാൽ ഇതുപോലുള്ള ബോക്സുകളിൽ നിന്നും ബാഗ് കിട്ടും. പക്ഷേ ഇതിൽ കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ഇന്നും ഇതിൽ പരതിയിട്ട് ഇവർക്കൊന്നും അവരുടെ ബാഗ് അതിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ ബോക്സിൽ വന്ന് കള്ളന്മാർ ബാഗ് എടുത്തു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും ഉത്തരവാദികളില്ലാത്ത ബാഗുകൾ ഈ ബോക്സിൽ നിന്നും പിന്നീട് ഇവരുടെ സെക്യൂരിറ്റിയുടെ ഗോഡൗണിലേക്ക് മാറ്റും. ആ ഗോഡൗണിലും പോയി നോക്കി, ആ ഗോഡൗണിലും ആരുടെയും ബാഗ് കാണാനില്ല. ഇവരിപ്പോൾ ഇതിൽ നോക്കി, ആ വ്യക്തിൻ്റെ ഒന്നും ബാഗ് ഇതിലില്ല. ഈ വ്യക്തിൻ്റെ ബാഗും ഇതിലില്ല. ഇവരുടെ ബാഗ് ചാനൽ ഈ വ്യക്തിൻ്റെ ബാഗ് മിസ്സായിട്ടാ ഉള്ളത്. പോലും അവർ പറയുന്നത് ഇതിലൊന്നും നോക്കിയിട്ട് അവർ കാണുന്നില്ല എന്ന് പറയുന്നത്. ബാഗ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉംറ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ബാഗ് ഉണ്ടാവില്ല. അതുപോലെ ഇതിപ്പോൾ മൊത്തം ബാഗ് പരതുന്ന ആൾക്കാരായി. അവിടെ നിന്ന് ലോങ്ങിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഉംറ ചെയ്ത് വന്ന ഹാജിമാർ അവിടെ നിന്ന് ബാഗ് പരതുന്ന കാഴ്ചയാണ് നിങ്ങളാ കാണുന്നത്. അതിൻ്റെ മുന്നിൽ തന്നെ CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ കാണുന്നതാണ് അതിൻ്റെ മുമ്പിലുള്ള CCTV. ഈ CCTV പരിശോധിച്ചാൽ തന്നെ ഹറം സെക്യൂരിറ്റി അവിടെ കളക്ട് ചെയ്ത് കൊണ്ടിടുന്ന ബാഗാണ് ഈ ബോക്സിലുണ്ടാവുക. ഈ ബോക്സിൽ വന്നിട്ടാണ് ഹാജിമാരുടെ ബാഗ് കള്ളന്മാർ എടുത്തുകൊണ്ട് പോകുന്നത്.
ഈ CCTV പരിശോധിച്ചാൽ തന്നെ ആരാണ് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ബാഗ് നഷ്ടപ്പെട്ടവർ കുറേ സമയം പോലീസുമായി തർക്കിക്കും, കുറേ സമയം പരതും. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ സമയമാകുമ്പോൾ ഇവർ ബാഗും വെച്ച് ബാഗ് ഒഴിവാക്കി പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. ബാഗ് നഷ്ടപ്പെട്ട് കിട്ടാത്തതിന് ശേഷം ഒരു ഹാജി നടത്തുന്ന പ്രാർത്ഥന കണ്ട. ഈ ഹാജിയുടെ പ്രാർത്ഥനയൊക്കെ ഫലിച്ചാൽ ഈ ബാഗൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. ഹാജിമാർ അവിടെ നിന്ന് പരതിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. ഞാൻ എന്താ പറയുക, എനിക്ക് വല്ലാത്ത വിഷമായി. അവിടെ എന്താ പറയുക, ഓരോ ഹാജിമാർ എല്ലാ അവരുടെ സമ്പാദ്യം, ഡ്രസ്സ്, കാര്യങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടില്ല. അവരെയും കൂട്ടി പോലീസുകാരുടെ അടുത്തേക്ക് പോയി. പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ജനങ്ങളുടെ ഇടയിൽ ബാഗ് മോഷ്ടിക്കാൻ നടക്കുന്ന കുറച്ച് പേര് എന്താ ചെയ്യുക, അതും പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ. അങ്ങനെ ഹാജിമാരുടെ കരച്ചിൽ പോലീസുകാരോട് കംപ്ലൈൻറ്റ് ചെയ്തു. അവർക്കൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കള്ളന്മാർ പിടിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല, ബാഗ് തിരിച്ചെടുത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നേരെ അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ വെച്ചിട്ട് പ്രാർത്ഥന. കഅബാലയത്തിലേക്ക് എത്തി. അള്ളാഹുവെ, നല്ല രീതിയിൽ ഞാൻ ഉംറ നിർവഹിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ എൻ്റെ ഉംറയെ സ്വീകരിക്കണേ. ഒരുപാട് ഹാജിമാരുടെ പ്രശ്നമാണല്ല. ഒരുപാട് ഹാജിമാരുടെ ബാഗ് അവിടെ വെച്ച് നഷ്ടപ്പെട്ട കാര്യം എനിക്ക് കാണാൻ സാധിച്ചു. അള്ളാഹുവെ, എൻ്റെ പ്രാർത്ഥനയെ സ്വീകരിക്കണേ. അള്ളാഹുവെ, ഇനി അവർക്ക് നിൻ്റെ പുണ്യ നഗരത്തിലേക്ക് വരാനുള്ള കാലം നീ അവർക്ക് നൽകല്ലേ. അവരെ നീ നശിപ്പിച്ച് കളയണേ. അള്ളാഹുവെ, തൊട്ടടുത്ത കള്ളന്മാരെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവെ, പിറ്റേ ദിവസം തന്നെ കള്ളന്മാരെ നീ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചു തന്നു. അള്ളാഹുവെ, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇവിടുത്തെ പോലീസുകാരോട് പറയുമ്പോൾ മാഫി മുഷ്കിൽ എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവെ, നീ അവരെ നശിപ്പിച്ച് കളയുന്ന. ഇനി ഹാജിമാരുടെ ബാഗ് മോഷ്ടിക്കാൻ അവർക്ക് കഅബാലയത്തിലേക്കും അതുപോലെ തന്നെ ഈ ഹറമിലെ പള്ളിയിലേക്കും വരാനുള്ള കഴിവ് നീ നൽകല്ലേ. അള്ളാഹുവെ, അവരുടെ വേദന സഹിച്ച് കുയ്ത്ത് നീ നശിപ്പിക്കണേ. ഈ വീഡിയോ ഷെയർ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിച്ച ആ കള്ളന്മാർ പിടിക്കപ്പെടാൻ ഒരു സാഹചര്യം നീ ഉണ്ടാക്കണേ. ഇത് ഷെയർ ചെയ്യുന്നവർക്ക് ഈ റമദാനിലെ പുണ്യ രാവിലെ സുബിയോട് പുലരുന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നീ ഉംറ ചെയ്ത് പ്രതിഫലം നൽകണമെന്നുള്ള. നിന്റെ ഹറമിനെ വിശ്വസിച്ച് നിന്റെ പള്ളിയെ വിശ്വസിച്ച് ഇവിടെ എത്തുന്നവരാണല്ലോ. അവരുടെ ബാഗിനെ നഷ്ടപ്പെട്ടാൽ ഇത് നിന്നെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുമല്ല. നിന്നെ വിശ്വസിച്ചാണല്ല ഒരുപാട് വിശ്വാസികൾ ഇവിടെ എത്തുന്നതല്ല. അങ്ങനെ അവരുടെ കാര്യങ്ങളും പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ അള്ളാഹു അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. ഇവിടെ ജയിലിലാവുന്ന അവസ്ഥ വരെ ഉണ്ടാവുമല്ല. അള്ളാഹു അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെ സ്വീകരിച്ച് കള്ളന്മാർക്ക് ഇനി എൻ്റെ പുണ്യനഗരത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം നീ നൽകല്ലേ. അള്ളാഹു അതുപോലെ തന്നെ അങ്ങനെ ആഗ്രഹിച്ച് പുണ്യനഗരത്തിലേക്ക് ആരെങ്കിലും വരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിച്ച് കളയണേ. പാസ്പോർട്ട്, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കരച്ചിൽ എനിക്ക് കാണാൻ സാധിച്ചു. അള്ളാഹു പ്രാർത്ഥന നടത്തിയത് ഈ പ്രാർത്ഥനയെ സ്വീകരിക്കണേ. ഇനി അങ്ങനെയുള്ള ആരെയും നീ എൻ്റെ പുണ്യനഗരത്തിലേക്ക് എത്തിക്കല്ലേ. ഹറവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഞാനുമായി ഒന്ന് ബന്ധപ്പെടാം, കമന്റ് ബോക്സിൽ ബന്ധപ്പെടാം. എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏത് സമയമാണ് ഈ ഹാജിമാരുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ, എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീടുള്ള ദിവസങ്ങൾ ഇതിൻ്റെ പിറകിലായിരുന്നു, ഈ ഒരു അന്വേഷണത്തിൻ്റെ പിറകിലായിരുന്നു. എന്താണെന്നറിയില്ല, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നിട്ട് ഇങ്ങനെ കക്കുക എന്നുള്ളതൊക്കെ വളരെ മോശം പരിപാടിയാണ്. അതിൻ്റെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂലിയുള്ള കാര്യമാണ് ഈ കള്ളന്മാരെ കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്നാമതായി ഞാൻ പോലീസിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. രണ്ടാമതായി അവരുടെ കെയർലെസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കണ്ടപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കഅബാലയത്തിൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ഒരവസ്ഥ, ഒരു വല്ലാത്തൊരവസ്ഥ. ഞാൻ എന്ത് ചെയ്തു, ബാഗ് സ്റ്റോർ ചെയ്ത സ്ഥലമില്ലേ അതിൻ്റെ പുറത്ത് തന്നെ വന്ന് നിന്നു. ആരാണ് എടുത്തു പോകുന്നത്, ആരാണ് വരുന്നതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ പുറത്ത് തന്നെ, ആ ബാഗ് സ്റ്റോർ ചെയ്ത ഗോഡൗണിൻ്റെ പുറത്ത് തന്നെ നിന്നു. ഓരോരാളെയും, അവിടെ വരുന്ന ഓരോരാളെയും ഞാൻ നിരീക്ഷിച്ചു. എനിക്ക് സംശയം തോന്നി അവരെ അടുത്തുപോയി കാര്യങ്ങൾ തിരക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് 2 പേര് അവിടെ വരുന്നത്. അവിടെ വന്ന് ആദ്യം അവർ 4 ഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. അവരെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം അവരെന്ത് ചെയ്ത്, അവർ ബാഗിൻ്റെ അടുത്തേക്ക് പോയി. അവർ ബാഗിൻ്റെ അടുത്തേക്ക് പോയിട്ട് ബാഗ് ഇങ്ങനെ പൊന്തിച്ച് നോക്കുന്നു. ആ ഗോഡൗണിലിട്ട് ഓരോ ബാഗും ഇങ്ങനെ പൊന്തിച്ച് നോക്കുക ചെയ്യുന്നു. ഞാൻ അവരുടെ അടുത്ത് പോയി
കാര്യങ്ങൾ. ബാഗ് ഇങ്ങനെ പൊന്തിച്ച് നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. സാധാരണ നമ്മളെ ബാഗ് നമുക്ക് പെട്ടെന്ന് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ബാഗ് പൊന്തിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയില്ലല്ലോ. ഞാൻ അവരുടെ അടുത്ത് പോയി ഞാൻ അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ആ രണ്ടുപേരും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. രണ്ടും നല്ല ഏജുള്ളവരാണ്, വയസ്സായവരാണ്, നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളവരാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നോക്കുമ്പോൾ മലയാളികൾ. അവർ പറഞ്ഞു, നമ്മുടെ ബാഗ് ഇതിലുണ്ട്, അതിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പെട്ടെന്ന് എടുത്തോ, അവിടെ സെക്യൂരിറ്റിക്കാർ വന്ന പ്രശ്നമാക്കും, പെട്ടെന്ന് നിങ്ങൾ ബാഗ് എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ്, അങ്ങനെ എടുക്കാൻ പറ്റൂല, നമ്മൾ 3 ആൾ ഒന്നിച്ചുള്ളവരാണ്, 3 ആൾ വന്നാലേ ഒന്നിച്ച് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്ത് മറ്റേ ആള്, ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുത്ത് പോകാൻ നോക്കോ, സെക്യൂരിറ്റി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം അവരെന്ത് ചെയ്ത്, ഒരാൾ അവിടെ നിന്നിട്ട് മറ്റാളെ വിളിക്കാൻ വേണ്ടി പോയി. മൂന്നാമനെ വിളിക്കാൻ പോയി. 3 ആൾ ഒന്നിച്ച് എടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, എന്തിനാ 3 ആൾ ഒന്നിച്ചെടുക്കുന്നത്? സ്വന്തം ബാഗാണെങ്കിൽ സ്വന്തം ബാഗ് നമുക്ക് പൊന്തിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കളർ കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ ബാഗാണ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് എടുത്തിട്ട് നമ്മൾ പോയാൽ മതി. അതിൽ തന്നെ എനിക്ക് ഡൗട്ട് തോന്നി. അവരോട് അവരെന്നോട് പറഞ്ഞു, മൂന്നാമത് ഒരാളും കൂടിയിട്ട് 3 ആൾ വന്നാലേ എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് അവർ ഒരാൾ അവിടെ നിന്നിട്ട് മൂന്നാമത്തെ ആളെ വിളിക്കാൻ പോയി. അങ്ങനെ മൂന്നാമത്തെ ആളെ വിളിക്കാൻ പോയ സമയം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇയാളുമായിട്ട് സംസാരിച്ച് ഇവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു. അന്നേരം ഇയാൾ പറഞ്ഞ്, ഇന്നലെ കുറേ ഹാജിമാരെ ബാഗ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിന്നിട്ടുള്ളത് എന്ന് ഇയാളോട് ഞാൻ പറഞ്ഞു. ഒരാളോട് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ മദീനയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മറ്റാൾ വന്നു, മൂന്നാമൻ വന്നു. മൂന്നാമനുമായിട്ട് ഇങ്ങനെ 3 ആളോട് സംസാരിച്ചു. അന്നേരം മൂന്നാമത് വന്ന ആൾ അയാൾ എന്നോട് പറഞ്ഞ്, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു അയാളോട് ചോദിച്ചു. അന്നേരം അയാൾ പറഞ്ഞു, ഞാൻ മക്കയിലായിരുന്നു. അന്നേരം ഒരാൾ മദീനയിലായിരുന്നു പറഞ്ഞു, ഒരാൾ മക്കയിലായിരുന്നു പറഞ്ഞു. അതിൽ തന്നെ എനിക്ക് സംശയം തോന്നി. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഇത് എന്തായാലും ഇവരിങ്ങനെ വിട്ടാൽ പറ്റൂല എന്ന് വെച്ചാൽ പോലീസുമായിട്ട് ബന്ധപ്പെടാൻ പോയി. അവിടെയുള്ള പോലീസ് സംവിധാനം, ഒന്നാമത് CCTV ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഇവർ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇവരെ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് അടുത്തൊന്നും പോലീസ് ഉണ്ടായിട്ടില്ല, കുറച്ച് ദൂരെയാണ് പോലീസ് ഉണ്ടായത്. ഞാൻ അവിടെ പോയി ആ പോലീസുകാരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ ഗോഡൗണിൽ വന്ന് ഇങ്ങനെ ബാഗ്, നിങ്ങൾ സ്റ്റോർ ചെയ്ത ബാഗ് ഇങ്ങനെ ആൾക്കാർ എടുത്തു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ പോലീസ് എത്തുമ്പോഴത്തേക്കും പിന്നീട് ഇവരെ അവിടെ കാണാൻ സാധിച്ചില്ല. അല്ലാഹു തആല കള്ളന്മാരെ ബാഗ് ഇങ്ങനെ എടുത്തവരെ കാണിച്ചു തന്നു, പക്ഷെ അവരെ പിടിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട, ഈ ഹറമായി ബന്ധപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു 25, 26 തീയതികളിലെ ആ ഗോഡൗണിലെ CCTV നോക്കിയാൽ തന്നെ നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്യുക. അവരുടെ നമ്പർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അവരുമായിട്ട് ബന്ധപ്പെട്ട, ഈ കള്ളന്മാരുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ്, അവർ എവിടെയൊക്കെ, പിന്നീട് എന്താ പറയുക, അവരെവിടെയൊക്കെ സഞ്ചരിച്ചു, എവിടെ നിന്നൊക്കെ ബാഗ് എടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇങ്ങനെ കള്ളന്മാർ അതും ഹറമിലെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ബാഗ് നഷ്ടപ്പെട്ട ഹാജിമാർക്ക് അറിയുന്ന അവസ്ഥ. എനിക്ക് വല്ലാത്ത വിഷമമായതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഈ കള്ളന്മാർ രക്ഷപ്പെട്ടതിന് ശേഷം എന്താ പറയുക, ഒന്നാമത് അവിടെ നിന്ന് ഒരാളെ മിസ്സായി കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം ജനസാഗരാണ് അവിടെ. റമദാനിൽ 26 രാവിലൊക്കെ ഉള്ളത്. 26 രാവിലാണ് ഇത് സംഭവിക്കുന്നത്. 26 രാവിലെ നിങ്ങൾ ചിന്തിച്ചാൽ മതിയല്ലോ, അത്രമാത്രം ജനങ്ങളുള്ള ഒരു ഇതിൽ നിന്ന് അവർ മിസ്സായി കഴിഞ്ഞാൽ, അവർ ബാഗ് എടുത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പിടിക്കാൻ കഴിയില്ല. അത്രമാത്രം ജനങ്ങളാണ്. 4 ഭാഗവും CCTV സംവിധാനമൊക്കെ ഉണ്ട്, അതെല്ലാം ആക്റ്റീവായി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ പോലീസുകാരോട് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് സമയമില്ല. ഒന്നാമത് ഈ ജനങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്വം അവിടെയുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ട് ഫാൾട്ട് സംഭവിച്ചാൽ വലിയൊരു അപകടം വരെ അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു ജനക്കൂട്ടം, ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവരെ പിടിക്കാൻ വേണ്ടി അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്ത്, അവർക്ക് കള്ളന്മാരെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അല്ലാഹു തആല കള്ളന്മാരെ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ പ്രാർത്ഥന അത് സ്വീകരിച്ച്, അല്ലാഹു എനിക്ക് കള്ളന്മാരെ നീ കാണിച്ചു തരണേ അല്ലാഹ് പറഞ്ഞു. അല്ലാഹു കാണിച്ചു തന്നു. കള്ളന്മാരെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അവരുമായി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ അതിനുശേഷം ഞാൻ ഇപ്പം ഹറമിൽ കാബാലയത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്, നിൻ്റെ പള്ളിയെ വിശ്വസിച്ച്, നിൻ്റെ ഹറമിൻ്റെ പവിത്രതയെ വിശ്വസിച്ച് ഇവിടെ വെച്ചുപോയ സാധനങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട് ഹാജിമാർക്ക്, നീ കള്ളന്മാരെ വെറുതെ വിടരുത്. നല്ല കരഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു.
അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു ഇവിടുത്തെ പോലീസ് സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഹറമിൽ ഇങ്ങനെ ഒരുപാട് മലയാളികളെ ബാഗ് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടുത്തെ പോലീസുകാരോട് പറഞ്ഞത് നമുക്ക് ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ല, അവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ അവിടെയാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അള്ളാഹുവിനോട് ഞാൻ ഹറമിൽ വെച്ച് കഅബാലയത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ കള്ളന്മാരെ പിടിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പേരുടെ ബാഗ് ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ ഹറമിൽ വന്ന് മോഷ്ടിച്ചു പോകുന്നൊരു സംവിധാനം ഉണ്ടാവും. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക, എന്നിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് ഈ കള്ളന്മാരെ പിടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാം. ഷെയർ ചെയ്യുന്ന അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കഅബാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹറമിൽ വെച്ച് ഹാജിമാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പരതാൻ വേണ്ടി അവരെ സഹായിച്ചിരുന്നു, എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയ ബാഗിന് നമ്മൾ പരതിയിട്ട് കാര്യമില്ലല്ലോ. കള്ളന്മാരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. കള്ളന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഫുൾ കാര്യങ്ങളും റോങ് ആണ്. ഒരാൾ മക്കയിലായിരുന്നു പറഞ്ഞു, 3 ആൾ ഒന്നിച്ചു വന്നവരാണ്. മക്കയിലേക്ക് അതുപോലെ തന്നെ മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒന്നിച്ചു വന്നവരാണ് എന്നാണ് അവർ പറഞ്ഞത്. 3 പേർ ഒന്നിച്ചു വന്നവരാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരാളെ മാറ്റി നിർത്തി, ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ മറ്റാളെ വിളിക്കാൻ പോയ സമയം ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ബാഗ് നഷ്ടപ്പെട്ട ഹാജിമാരുടെ ബാഗ് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിന്നിട്ടുള്ളത്. അന്നേരം അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ മദീനയിലായിരുന്നു പറഞ്ഞു. പിന്നീട് 3 പേരും വന്ന സമയം ഞാൻ മൂന്നാമനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? അന്നേരം അയാൾ പറഞ്ഞു, ഇന്നലെ ഞാൻ മക്കയിലായിരുന്നു. രണ്ടിലും റോങ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാഗ് നമുക്ക് പൊന്തിച്ചു നോക്കേണ്ട ആവശ്യമില്ല. സാധാരണ ബാഗ് പൊന്തിച്ചു നോക്കുക കള്ളന്മാരാണ്. അതിൽ കൂടുതൽ കനമുള്ള ബാഗ് എടുത്തു പോകാൻ വേണ്ടി പൊന്തിച്ചു നോക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയത്. സാധാരണ നമ്മൾ ബാഗ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കണ്ടാൽ അതിന്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് ആ ബാഗ് എടുത്ത് ഇങ്ങോട്ട് വരാം. അതിന് അവർ നിൽക്കുന്നില്ല, അവർ ബാഗ് പൊന്തിച്ചു നോക്കിയാണ് ചെയ്തത്. പിന്നീട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഇവിടെ CCTV സംവിധാനം ഉണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ അല്ലാതെ ബാഗ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കും. അന്നേരം അവരെന്നോട് പറഞ്ഞു, CCTV ഒന്നും നോക്കൂല. സംഭവം അവർ മുമ്പും ബാഗ് എടുത്ത് പോയിട്ടുണ്ടാവും, CCTV നോക്കിയിട്ടുണ്ടാവില്ല, അവരെ പൊക്കിയിട്ടുണ്ടാവില്ല. ഞാൻ പോലീസുകാരോട് പോയി നിങ്ങൾ CCTV പരിശോധിക്കണം എന്ന് ആദ്യഘട്ടങ്ങളിലേ പറയുന്നുണ്ട്. അന്നേരം പോലീസുകാർ അതിന് നിൽക്കുന്നില്ല, CCTV അവർ പരിശോധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് നല്ല ഉറപ്പാണ് CCTV പരിശോധിക്കൂല. അതുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു, CCTV ആരും നോക്കൂല. ഹറവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരിലേക്ക് എത്തും വരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമാണ് ഇതിൽ നിന്ന് ലഭിക്കുക. അള്ളാഹു താല ഈ ഒരു ദൗത്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ ഹറമിൽ എത്തിച്ചതെന്ന് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അള്ളാഹു താല ഈ ചെയ്തവരെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അവരെ വീഡിയോ എനിക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ട്, അവരെ ഫോട്ടോസ് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 25, 26, 27 തീയതികളിലെ CCTV ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ, CCTV ദൃശ്യം കിട്ടാൻ വേണ്ടിയാണ് ഹറവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് നിങ്ങൾ പെടുത്തണം, ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ഇത്രമാത്രം നിങ്ങളോട് പറയുന്നത് അതിനു വേണ്ടിയാണ്. ആ CCTV ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ കള്ളന്മാരെ എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം അവരെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, ഫോട്ടോസ് ഉണ്ട്, അവരെവിടെ നിന്ന് ആരതൊക്കെ ബാഗ് മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആ CCTV ദൃശ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി എനിക്ക് കള്ളനെ ഓൾറെഡി ഞാൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരെവിടെ പോയി എന്തൊക്കെ സാധനങ്ങൾ എടുത്തു എന്ന് കൃത്യമായി എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ CCTV ദൃശ്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ CCTV ദൃശ്യം ആ പോലീസുകാർ എടുത്തു തരുന്നില്ല. അതുകൊണ്ടാണ് ഹറമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്. ഇപ്പൊ അറിയാത്ത ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ CCTV ദൃശ്യം തരില്ല. അവരോട് കട്ടിട്ടാണ്, കള്ളന്മാരാണ് ഇവരെന്നൊക്കെ പറഞ്ഞു അവർ, പക്ഷെ എനിക്ക് തന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് അവർ കൊടുക്കും. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം പ്രതീക്ഷിച്ച് നിങ്ങൾ അത് ജോലി ചെയ്യുക. അങ്ങനെ ജോലി ചെയ്യുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക, ഇതിൻ്റെ ഭാഗമാവുക. അള്ളാഹു താലയുടെ അടുത്ത് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഇനി ആരും ഹറമിൽ വന്ന് ചെയ്യരുത്. ഒരുപാട് പേർ ചോദിക്കും, നിങ്ങൾക്ക് ആ വീഡിയോസ് അവരെ ഫോട്ടോസ് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് പിടിക്കാൻ സാധിക്കില്ല എന്ന് ചോദിക്കും. പക്ഷേ അവർ ചെയ്യുന്ന തെറ്റിന് അവരുടെ കുടുംബക്കാർ, അവരുടെ ഫാമിലിയൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒരിക്കലും പബ്ലിക് ആക്കില്ല. പിന്നീട് പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ട്സ് തോന്നി.
അങ്ങനെയാണ് അവരിലേക്ക് ഞാൻ കൂടുതൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യം നോമ്പ് 25, 26, 27 ദിവസങ്ങളിലെ CCTV ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഹാജിമാരുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ ബാഗ് അവർ എവിടെയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹറമിന്റെ ഏത് മൂലയിലായാലും എല്ലാം CCTV പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ആ CCTV ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ ആരൊക്കെ ബാഗ് എവിടെയൊക്കെ വന്ന് അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിലേക്ക് എത്തും വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരിലേക്ക് ഈ വീഡിയോ എത്തണം. റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു വരുന്ന ഹാജിമാരാണ്. അവർ ഉംറ ചെയ്ത് നേരെ മദീനയിലേക്കാണ് അടുത്ത അവരുടെ ട്രിപ്പ്. ആ ട്രിപ്പിന് പോകാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് അവരെ മൊത്തം കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് എന്താ പറയുക, എല്ലാം അവിടെ ഇട്ട് തിരിച്ച് മദീനയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരെ ഹാജിമാരുടെ എനിക്ക് കാണാനിടയായി. അതുകൊണ്ട് തന്നെ എല്ലാം ഒഴിവാക്കി പോയ ഹാജിമാരുടെ അവസ്ഥ എനിക്ക് കാണാനിടയായി. ലോല ഹൃദയങ്ങൾക്ക് വിശ്വാസം തന്നെ നഷ്ടപ്പെടാൻ ഇത് കാരണമാവും. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ കള്ളന്മാരെ പിടിക്കുന്നത് വരെ ആ CCTV ദൃശ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇൻഷാ അല്ലാ അള്ളാഹു താല നമുക്കത് നൽകും. കള്ളന്മാരൊക്കെ കാണിച്ചെന്ന സ്ഥിതിക്ക് അള്ളാഹു താല അതും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മക്കയിലുള്ള പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ഇതിന്റെ പിറകെയായിരുന്നു. ഈ നഷ്ടപ്പെട്ടവരുടെ ബാഗ് എടുക്കുക, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പോലീസുമായി ബന്ധപ്പെടുക. പക്ഷെ എനിക്ക് ശ്രമിക്കാൻ പറ്റുന്നതിൽ മാക്സിമം ഞാൻ ശ്രമിച്ചിരുന്നു. ആ CCTV ദൃശ്യം എനിക്ക് അവർ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ CCTV ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ഹാജിയുടെ ബാഗ് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കള്ളന്മാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്. ആ CCTV ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ കള്ളന്മാരെ ഐഡന്റിഫൈ ചെയ്ത് കൺഫേം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇൻഷാ അല്ലാ CCTV ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അള്ളാഹു താല കള്ളന്മാരെ പിടിക്കാനും അതുപോലെ ആ CCTV ദൃശ്യം കിട്ടാനും ഉള്ള ഭാഗ്യം നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനി ഒരു ഹാജിമാർക്കും ഈ ഒരു അവസ്ഥ ഹറമിൽ പോയി ഉണ്ടാവരുത്. ദിവസങ്ങളായി മാസങ്ങളായി തുടരുന്നതായിരിക്കും. പക്ഷേ എൻ്റെ മുന്നിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്. അള്ളാഹു തആല CCTV ദൃശ്യം കിട്ടാനും കള്ളന്മാരെ പിടിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മാക്സിമം അവരിലേക്ക് എത്തും വരെ നിങ്ങൾ ഷെയർ ചെയ്യുക. അള്ളാഹു തആല അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.